എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. 1 ശമൂവേൽ 1:11. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്നത് സമർപ്പണത്തിൻ്റെ ഒരു നിഴലാണ്. തങ്ങൾക്കുള്ളതിനെയും തങ്ങളെയും സമർപ്പിക്കുന്നത് പോലെയാണ് ഓരോ യാഗത്തെയും കണക്കാക്കുന്നത്. സമർപ്പണമില്ലാതെ അനുഗ്രഹമില്ല. ആത്മീകമായി ചിറകടിച്ചുയരണമെങ്കിൽ 2 ചിറകുകൾ ഒരുപോലെ ആരോഗ്യമുള്ളതും ഉയരത്തിൽ പറക്കത്തക്കതുമായിരിക്കണം. അവയാണ് സമർപ്പണവും ആശ്രയവും. സമർപ്പണമില്ലാതെ ആശ്രയിച്ചാൽ ഒരു ചിറക് കൊണ്ട് പറക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ആശ്രയമില്ലാത്ത സമർപ്പണവും അതുപോലെയാണ്. പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് പടിപടിയായി എത്തുന്ന ഒരു അനുഭവം കൂടിയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലെ സമർപ്പണവും പക്വത വന്ന ആത്മീക ജീവിതത്തിൻ്റെ സമർപ്പണവും രണ്ടും അതതിൻ്റെ സാഹചര്യത്തിലും അളവിലും പൂർണ്ണ സമർപ്പണം തന്നെയാണ്. ദൈവവചനത്തിൽ വേരൂന്നി വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും പണ്ടത്തെ സമർപ്പണം പുതുക്കേണ്ടി വരും. നേരത്തെയുള്ള സമർപ്പണം അപൂർണമായതുകൊണ്ടല്ല, പിന്നെയോ ആദ്യകാലത്തെ സമർപ്പണം അന്നത്തെ പരിജ്ഞാനത്തിനും വിശ്വാസത്തിനും വേദപുസ്തക പരിചയത്തിനും അടിസ്ഥാനമാക്കിയായിരിക്കും. ദൈവവചനം ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് ഹൃദയത്തിൻ്റെ വ്യാപ്തി വലുതാകുന്തോറും പരിശുദ്ധാത്മാവ് വ്യാപ്തിയെ നിറയ്ക്കുകയും സമ്പുഷ്ടമാക്കുകയും പുതിയ അനുഭവങ്ങളിലേക്ക് നടത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്നലത്തെ സമർപ്പണം അപൂർണമായിരിക്കണമെന്നില്ല, ഇന്നത്തേത് പൂർണ്ണമാകണമെന്നുമില്ല. നാളത്തേത് കുറെ കൂടി ആഴമേറിയ സമർപ്പണമായിരിക്കാം. ഹന്നായുടെ നേർച്ച ഒരു സമർപ്പണമായിരുന്നു. മനോവ്യസനമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഹന്ന അവളെ തന്നെ കാണുന്നത്. മനോവ്യസനം ഹേതുവായി ബലം ക്ഷയിക്കുന്നു എന്ന് വചനത്തിൽ കാണുന്നു. തകർന്ന മനസ്സ് അസ്ഥികളെ ഉണക്കുന്നുവെന്ന് സദൃശ്യവാക്യം 17-22 വാക്യത്തിൽ, അതുപോലെ 18-ാം അധ്യായത്തിൻ്റെ 14 തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം എന്നും കാണുന്നു. മനോവ്യസനം സഹിക്കാവുന്നതിനും അപ്പുറമായപ്പോൾ അവൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവളുടെ ഹൃദയം പകർന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തകർച്ചയോടെ അവൾ തനിക്കുണ്ടാകാൻ പോകുന്ന പുരുഷ സന്താനത്തെ ദൈവത്തിന് സമർപ്പിച്ചു. തൻ്റെ പൈതൽ നാസീർ വ്രതസ്ഥനായി ദൈവവേല ചെയ്യുന്നത് വിശ്വാസ കണ്ണാൽ അവൾ കണ്ടു. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവളുടെ അപേക്ഷ കേട്ടത്. തകർന്ന ഹൃദയത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യും. കാത്തിരുന്നുണ്ടായ ദൈവ പൈതലിനെ അവൾ ദൈവത്തിന് സമർപ്പിച്ചു. ചെറു പൈതലിനെ പരിചിതമല്ലാത്ത ചുറ്റുപാടിൽ, അതും ധാരാളം ആൾക്കാർ ദിവസേന വരുന്ന ആലയത്തിൽ ദുഷ്ടരായ യുവ പുരോഹിതന്മാരുടെ കൂടെ വിട്ടേച്ചു പോകുമ്പോൾ അവളുടെ ഹൃദയം എന്തുമാത്രം വിങ്ങിയിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിയാൽ ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുന്ന സകലവും അംഗീകരിച്ച് 5 ഇരട്ടി പകരം കൊടുക്കുന്ന ദൈവം അത്ഭുതകരമായി അവളെ വീണ്ടും അനുഗ്രഹിച്ചു. ശമൂവേൽ ബാലനെ പറ്റി ചിന്തിക്കാൻ നേരമില്ലാതെ വരത്തക്കവണ്ണം 5 കുഞ്ഞുങ്ങളെ കൂടി നൽകി ദൈവം അവളെ ഏറ്റവും തിരക്കുള്ളവളാക്കി. താൻ ജനിക്കുന്നതിന് മുൻപേയുള്ള മാതാവിൻ്റെ സമർപ്പണവും കണ്ണുനീരും ദൈവം ആദരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചെറുപ്പത്തിലെ ദൈവശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം ശമൂവേലിന് ലഭിച്ചത്.
ഇത് നമുക്ക് ഒരു മാതൃകയാണ്, ഒരു സൂചന കൂടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമെങ്കിൽ ദൈവം അവരെയും നമ്മെയും അനുഗ്രഹിക്കും. വരും തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരു കാരണവശാലും വഴി മാറിപ്പോകാതെ ദൈവ സന്നിധിയിൽ തന്നെ അവർ വളർന്നു വരും. അത് കണ്ട് ചാരിതാർത്ഥ്യത്തോടെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഗ്യം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ജനിക്കുന്നതിന് മുൻപോ പിൻപോ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിതാവുണ്ടെങ്കിൽ, ദൈവം അവരെ കൈവിടാതെ കാത്തുകൊള്ളും. അവരുടെ വഴികളിലൊക്കെയും ദൈവം പ്രസാദിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറയെ ഓർത്ത് വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മാതാപിതാക്കൾ കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അവരെ വളർത്താൻ ശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ശമൂവേൽ ബാലനെ അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ മാതാവിൻ്റെ സമർപ്പണത്തെ അംഗീകരിച്ച കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ വളർത്തുവാനുള്ള കൃപ എല്ലാവർക്കും പകരണമേ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരും വഴി ഇടറിപ്പോകാതെ വണ്ണം അവരുടെ മനസ്സുകളെയും പാദങ്ങളെയും കാത്തുകൊള്ളണമേ. ദൈവിക ബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പോകുമ്പോഴും വരുമ്പോഴും അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടലുകളിലുമൊക്കെ കർത്താവിന് കൃപ കൂടെ ഇരുന്ന് അവരെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടുന്ന് വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങൾ നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം ഏവരോടും കൂടി എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.